ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പച്ചക്കറികളോ അതുപോലെ തൂരപ്പരിപ്പോ ഒന്നും ഉപയോഗിക്കാതെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാമ്പാറിൻ്റെ റെസിപ്പിയാണ് പരിചയപ്പെടുന്നത്. സാധാരണ സാമ്പാർ പോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു സാമ്പാറാണിത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുതേ. എങ്കിൽ ശരി, ഈ സാമ്പാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് മീഡിയം സൈസിലുള്ളൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 2 ചെറിയ തക്കാളിക്ക മുറിച്ചെടുത്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 5 പച്ചമുളകും കൂടെ ചേർക്കാം. കൂടാതെ നമ്മൾ ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ച് വെയിറ്റ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 3 വിസിലടുപ്പിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. 3 വിസിലടുപ്പിച്ച് നമ്മളിതൊന്ന് വേവിച്ചെടുത്തു. ഇപ്പം കുക്കറിലെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. നമുക്കിത് തുറക്കാം. അപ്പോൾ ഇതെല്ലാം നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു തവി ഉപയോഗിച്ചിട്ട് നല്ലതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അത് നോക്കിക്കേ, ആ തക്കാളിക്കയും സവാളയും മുളകും എല്ലാം നല്ലതായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് സ്റ്റൗ കത്തിച്ച് ഒരു പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ പാൻ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ഇപ്പോൾ നല്ലതായിട്ട് ചൂടായി. ഇതിലോട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം നല്ലതായിട്ട് പൊട്ടിയതിന് ശേഷം ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും പിന്നെ 3 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് കടലമാവാണ് കേട്ടോ. നമ്മൾ പരിപ്പ് ചേർക്കുന്നില്ല, അതുകൊണ്ട് കടലമാവാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 ടീസ്പൂൺ കടലമാവാണ്. അതിൻ്റെ ആ പച്ചമണം മാറാൻ വേണ്ടി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. കൂടാതെ നമ്മൾ ഇതിലോട്ടൊരു 3 ടീസ്പൂൺ സാമ്പാർ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ആ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് ഇളക്കിയെടുക്കണം. നമ്മൾ ഈ കടലമാവ് ചേർത്ത് ഈ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണ പരിപ്പ് ചേർക്കുന്ന പോലെ നല്ല ടേസ്റ്റും അതുപോലെ നല്ല കൊഴുപ്പും കിട്ടും. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കാം. കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടി നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇപ്പോൾ ഈ പൊടിയുടെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് വെള്ളമാണ്. ഞാനിപ്പോൾ ഇതിലോട്ട് 2.5 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർക്കാം. ഉപ്പ് പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നോക്കി, നല്ലതായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. ഈ സമയം നമുക്ക് ഇതിലോട്ട് നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന തക്കാളിക്കയും സവാളയും എല്ലാം കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ പുളിയുടെ പേസ്റ്റാണ് ചേർക്കുന്നത് കേട്ടോ. പേസ്റ്റ് ഇല്ലെങ്കിൽ പുളി കുതിർത്തെടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് ചേർത്താലും മതി. ഇതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കണം. നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് പുളിയുടെ ഉപ്പിൻ്റെയൊക്കെ കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാം കറക്റ്റായിരുന്നു കേട്ടോ. ഇനി നമുക്ക് നല്ലതായിട്ടൊരു 4-5 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ പച്ചക്കറിയൊന്നും ഇല്ലാത്ത സമയത്തോ അതുപോലെ പരിപ്പൊക്കെ തീർന്നിരിക്കുന്ന സമയത്തോ ഒക്കെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു സാമ്പാറാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ നോക്കി, ഇത് തിളയ്ക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇതൊന്ന് കട്ടിയാകാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പരിപ്പൊക്കെ ചേർത്തുണ്ടാകുന്ന സാമ്പാർ പോലെ തന്നെ നല്ല കട്ടിയായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് തിളപ്പിക്കാൻ തുടങ്ങിയിട്ടൊരു 4-5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.
പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. വീണ്ടും ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.